നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതാണ് ഉണ്ടായത്. ഇതല്ലേ ഉണ്ടായത്? ഇത്രേ ഉണ്ടായിട്ടുള്ളൂ. പറയുമ്പോ എത്ര നിസ്സാരമാ. എനിക്ക് എന്റെ മോളോടാ സംസാരിക്കാനുള്ളത്. എടി, നീ ഒരു പെണ്ണല്ലേടി? ചെയ്തു വച്ചിരിക്കുന്നത് എന്താന്ന് വല്ല ബോധമുണ്ടോടി? ഇങ്ങോട്ട് നോക്കടി. താഴെ ഒരു അമ്മ നിപ്പുണ്ട്. അവരുടെ മകന്റെ കുഞ്ഞിന്റെ ജീവൻ നിന്റെ വയറ്റില് മുള പൊട്ടിയിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തില്. ആ സന്തോഷം ആഘോഷിക്കാനാ അവര് സീമന്തോന്നും പറഞ്ഞ് ബന്ധുക്കളെ നാട്ടുകാരൊക്കെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. എടി, സമാധാനം പറയടി. എനിക്കറിയില്ല അമ്മ. അറിയില്ലെന്ന് ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ട്. ശാരദാമ്മ, രോഹിത്തിന് ക്ഷമയ്ക്കും വേണ്ടിട്ടാ ഞങ്ങള്. രോഹിത്തിന് ക്ഷമയ്ക്കും വേണ്ടി ഇടപെടാൻ നിങ്ങൾ ആരാ? പറ, ആരാന്ന്? ശാരദാമ്മ, ശാലിനിയല്ല. ഞാനാ പറഞ്ഞത് അയാൾ ഗർഭിണിയാണെന്ന്. തൽക്കാലത്തെ രക്ഷയ്ക്ക് വേണ്ടി ഒരു കള്ളം പറഞ്ഞതല്ലേ? അതിനു വേണ്ടി കൊടുക്കേണ്ടി വരുന്ന പിഴ എന്താന്ന് അറിയോ എന്റെ മക്കൾക്ക്? ഈ വിവരം സത്യം അറിഞ്ഞാ മതിയല്ലോ. അത് ഞങ്ങൾക്കും ആ പേടിയുണ്ട്. പക്ഷെ ഓരോന്നും ചെയ്തു വെച്ചിട്ടും കാണിച്ചിട്ടും പേടിച്ചിട്ട് എന്താടി കാര്യം? ഒരു കള്ളം പറഞ്ഞതിരിക്കട്ടെ, ഇതുവരെ എത്തിക്കാതെ നിങ്ങൾക്കത് തിരുത്തി പറയായിരുന്നില്ലേ? ദേ, രോഹിത്തിന് ശ്യാമയ്ക്ക് ഒരു ജീവിതം വിധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് കിട്ടും. എല്ലാത്തിലും കൂടെ കേറി ഇടപെട്ട് മറ്റുള്ളവരുടെ ഭാരം മുഴുവൻ മുതുകി കയറ്റി വയ്ക്കാൻ നിങ്ങൾ ആരാ? ദേ, ഒരിക്കൽ നിൽക്കുന്ന പ്രീതിയുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അവളുടെ ഗർഭം ഏറ്റെടുത്തതാ ഇവള്. ഈ വിഷ്ണുമോനോട് പോലും ആ സത്യം ഇവള് തുറന്നു പറഞ്ഞില്ല. അന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ശാലിനിയുടെ കഴുത്തില് ഇന്ന് താലി ഉണ്ടാവില്ലായിരുന്നു. വിഷ്ണു കെട്ടിയ താലി ഇപ്പൊ ആ സുസ്മിതയുടെ കഴുത്തിലായിരുന്നു എന്നെ കിടക്കുന്നത്. മക്കളെ, നിങ്ങൾ അതേ അബദ്ധമായി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വിവരം പുറത്താരെങ്കിലും അറിഞ്ഞാലുള്ള ഭവിഷ്യത്ത് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? പുറത്താരും അറിയില്ല ശാരദാമ്മ. ജീവൻ പോയാൽ ഈ വിവരം പുറത്തു പറയാത്തവരുടെ കാതുകളിൽ ഇപ്പോഴും ഈ വിവരം എത്തിയിട്ടുള്ളൂ. ഈശ്വരാ, അവരുടെ കയ്യിൽ നിന്ന് ഇതൊന്നും ഒരിക്കലും വെളിപ്പോയില്ല. ഈശ്വര, എന്തൊക്കെയാ എന്റെ ദേവി. മക്കളെ, നിങ്ങൾക്ക് ഇതുവരെ ഇതിന്റെ ഗൗരവം പിടികിട്ടിയിട്ടില്ലേ? പറഞ്ഞത് കള്ളമാണെന്നുള്ള കാര്യം സത്യാമ്മ അറിഞ്ഞ എന്തുണ്ടാവുന്നാ നിങ്ങൾ കരുതിയിരിക്കുന്നേ? ഞാനിത് അമ്മോട് പറയാ ശാരദാമ്മ. ശാരദാമ്മ പേടിക്കുന്ന പോലും ഒന്നും ഉണ്ടാവില്ല. അത് എനിക്ക് വയ്യ.
ഫലം. പറയണം മോനെ, ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം നേരത്തെ സത്യം ഈ വിവരം അറിഞ്ഞിരിക്കണം. കഴിയുമെങ്കിൽ ഈ സീമന്ത ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ. ശാലിനി, ആഹാ, ഒരുങ്ങി കഴിഞ്ഞോ? രാജകുമാരിയെ പോലെ ഉണ്ട് എന്റെ തങ്കക്കൂടം. ഇതൊക്കെ ആരുടെ ഐശ്വര്യമാണെന്ന് ശാരദാമ്മയെന്ന് പറഞ്ഞു കൊടുക്ക്. ഗർഭിണികൾക്ക് സൗന്ദര്യവും തേജസ്സും ഒക്കെ വർദ്ധിക്കുന്ന ഈ തിളക്കുവേ നിന്റെ വയറ്റിൽ കിടക്കുന്ന ഈ രാജകുമാരന്റെ ക്രെഡിറ്റ്. അല്ലേടാ? അമ്മ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എടാ, അതൊക്കെ ഇനി ചടങ്ങ് കഴിഞ്ഞിട്ട്. എടാ, മുഹൂർത്തമായി. അതല്ല മാം. മോളെ നീ വാ. അമ്മ, ഒന്ന് മാറി നിക്കടാ. കൊച്ചു കുട്ടികളെ പോലെ എപ്പോ നോക്കിയാലും. നീ വാ മോളെ, വാ വാ. നീ നിങ്ങളെന്താ അവിടെ നിൽക്കുന്നേ? വാ വാ ശാരദാമ്മേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.